മൈ ചാനൽ. അപ്പോൾ ഇന്നാണ് എൻ്റെ വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഈ ഒരു ആഴ്ചത്തെ എൻ്റെ ഒരു വീക്ക് ഇൻ മൈ ലൈഫാണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രോ വീഡിയോ ആണ് ഇന്ന്. ശരിക്കും ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഈ വീഡിയോ എൻഡ് ചെയ്യുന്ന ദിവസമാണ്. കാരണം ഞാൻ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ആ ഒരു ഇൻട്രോ ഷൂട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞ സൺഡേ ഞാൻ വിട്ടുപോയി. അതുകൊണ്ട് ഈ ഒരു ഇൻട്രോ വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വ്ളോഗിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു വീക്കാണ്. അതായത് ഒരു സൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്ത് സാറ്റർഡേ വരെ എൻഡ് ചെയ്യുന്ന എൻ്റെ ഒരു വീക്കിലെ ചില കാര്യങ്ങൾ ഓരോ ദിവസത്തെയും ഞാൻ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സൺഡേയിലേക്ക് പോകാം. സൺഡേ മുതൽ സാറ്റർഡേ വരെയുള്ള എൻ്റെ വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. ഇന്ന് എനിക്ക് വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് എനിക്ക് ജസ്റ്റ് ഇവിടെ ഒന്നൊരു സലൂണിൽ പോകണം. എനിക്ക് ഐബ്രോസും പിന്നെ വാക്സും പെഡിക്യൂറും ചെയ്യാനുണ്ട്. ഞാൻ മെയിനായിട്ട് ഇവിടെ എപ്പോഴും പോകാറുള്ളത് ഐബ്രോസിന് വേണ്ടിയിട്ടാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാനൊരു 2 മാസം കൂടുമ്പോഴേ ചെയ്യാറുള്ളൂ. ഇപ്പം നാളെ ഷോപ്പിലെ ഒരു വീഡിയോ എടുക്കാനുണ്ട്. ഒരു വീഡിയോ അല്ല, കുറച്ച് വീഡിയോസ് എടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വാക്സ് ചെയ്യാതെ വേറെ വഴിയില്ല. സാധാരണ ഇതിങ്ങനെ കാട് കയറി കഴിയുമ്പോഴാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സലൂണിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ വീടിൻ്റെ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്താൽ മതി. പക്ഷേ ഇപ്പോൾ ഈ ചാനലിനോട് പറഞ്ഞുള്ള കാരണം ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം ഓക്കെ ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് വിളിക്കാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവിടെ എത്തിയതാണ്. ഇവിടെയാണ് ഞാൻ വരാറുള്ളത്. ഇവിടെ ഞാൻ ചെറിയ ഇങ്ങനെ ഐബ്രോസും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. ഹെയറിൻ്റെ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല. ജസ്റ്റ് ഐബ്രോസും അങ്ങനത്തെ ഐറ്റം കാര്യങ്ങൾക്കൊക്കെ കുഴപ്പമില്ല. പോട്ടെ. ബൈ. എനിക്ക് പൊതുവെ വാക്സിങ് ഭയങ്കര മടിയുള്ള ആളാണ്. അയ്യോ, എനിക്കത് ചിന്തിക്കാൻ കൂടെ വയ്യ. പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റില്ല. പെഡിക്യൂർ ആണെങ്കിൽ നല്ല സുഖമല്ല, നമ്മൾ വെറുതെ ഇരുന്ന് ഇങ്ങനെ കൊടുത്താൽ മതിയല്ലോ. ഞാൻ എന്താണെന്നറിയില്ല, എപ്പോഴും ഞാൻ ഈ ഒരു റെഡ് കളറിൽ തന്നെ ലാൻഡ് ചെയ്യും. ഒന്നുകിൽ റെഡ് അല്ലെങ്കിൽ പിങ്ക്, ഇതിലേതെങ്കിലും ഒരു കളർ മാത്രമേ ഞാൻ പെഡിക്യൂറിൽ ഞാൻ സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇന്ന് ഈ വീക്കിലെ 2ാമത്തെ ദിവസമാണ്, അതായത് മൺഡേ ആണ്. ഇന്നലെ ഞാൻ പെഡിക്യൂർ കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുന്ന വീഡിയോ ഒന്ന് എൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ പെട്ടെന്ന് എനിക്കൊരു കോൾ വന്നു. അത്യാവശ്യമായിട്ട് ഞാൻ ഇറങ്ങി പെട്ടെന്ന് അങ്ങ് പോയി. ആ ഒരു വെപ്രാളത്തിലായിപ്പോയി. എനിക്ക് ഒരു അർജൻറ്റായിട്ടൊരു അത്യാവശ്യം വന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോ അവിടുന്ന് ബാക്കി എടുക്കാൻ വിട്ടുപോയി. അതാട്ടോ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഇല്ലാണ്ടായി പോയത്. ഇന്നിപ്പം മൺഡേ മോർണിംഗ് ആണ്. ഡ്യൂട്ടി ആരംഭിക്കുകയാണ് ഇവിടെ മുതൽ. വീക്കെൻഡ്സും പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഷോപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഷോപ്പിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാം. ഈ ഓരോ ദിവസത്തെ എല്ലാ കാര്യങ്ങളും അല്ല, ചില കാര്യങ്ങൾ, ഈ വീക്കിലെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ റെപ്പിറ്റീഷൻ വരാതെ ഞാൻ മാക്സിമം കാണിക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഷോപ്പിലേക്ക് പോട്ടെ. അപ്പം ഞാൻ ഷോപ്പിലെത്തി. ഇന്നത്തെ ഉദ്ദേശം ശരിക്കും വീഡിയോ എടുക്കലാണ്. അപ്പം ഇച്ചാനുണ്ട്. ഇച്ചാനാണ് എൻ്റെ വീഡിയോസൊക്കെ എടുത്തു തരുന്നത്. അപ്പോൾ ഇന്ന് മെയിൻ ആയിട്ടുള്ള കാര്യം അതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇനിയും ഇവിടെ വോയിസ് ഓവർ ആയിരിക്കും ചെയ്യുന്നത്. കാര്യം സ്റ്റാഫൊക്കെ ഉള്ളതാണ്. അപ്പോൾ ചിലവിലാന്ന് പറഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇനി പരിമിതികളില്ലേ. അപ്പോൾ നമ്മൾ കുറച്ചിവിടെ ഡീസൻ്റായിട്ട് നിൽക്കട്ടെ. അപ്പോൾ അത് കാരണം ഞാൻ വോയിസ് ഓവർ ചെയ്യാം കേട്ടോ. ഇതാണ് എൻ്റെ സ്ഥലം. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എല്ലാവരും ഉണ്ട്. ഫുൾ ആ ഒരു കോറം തികഞ്ഞിട്ടുണ്ട്. ഇന്ന് കുറേ വീഡിയോസ് എടുക്കാനായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ബോറടിക്കരുതല്ലോ. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് വീഡിയോസ് എല്ലാം ജസ്റ്റ് ഒന്ന് ഇടുന്ന ഡ്രസ്സുകളെല്ലാം ഒന്നും കാണിക്കുന്നില്ല, ചിലത് മാത്രം. കാര്യം എനിക്ക് യൂട്യൂബും ഇൻസ്റ്റയും ഡ്രസ്സ് മാറിയിടലും എല്ലാം കൂടെ നടക്കില്ല. അപ്പോൾ അത് കാരണം നിങ്ങളെ ബോറടിപ്പിക്കുകയും ചെയ്യണം. കാരണം ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ ഓൾറെഡി എൻ്റെ ഷോപ്പിലുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാനിങ്ങനെ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ റിപ്പറ്റീഷൻ വന്ന് നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കണ്ടല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് 1-2 ഡ്രസ്സ് ഇട്ടിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ രാവിലെ നല്ല തിരക്കായിരുന്നു. കാരണം പ്രൈസ് ഇട്ട് വയ്ക്കുന്ന പരിപാടി. അപ്പോൾ റാക്കൊക്കെ കുറച്ച് കാലിയായിട്ടിരിക്കുകയാണ്. കാരണം പ്രൈസിങ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കാതിരിക്കാനും പറ്റില്ല. അപ്പോൾ അതാണ് ബാക്കിലൊക്കെ കുറേ അങ്ങനെ ഇങ്ങനെയൊക്കെ ചതുരി കിടക്കുക. അപ്പോൾ അതെല്ലാം ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്തൊന്ന് റെഡിയാക്കണം. പിന്നെ അതുകൊണ്ട് സ്റ്റീം മൈനിങ് ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഒരു ചുളിവ് കണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇട്ടിട്ട് ഈ താഴ്ഭാഗം മാത്രം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇച്ചാൻ അയൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഹാങ്ങറിലിട്ടിട്ട് ഇവരെ സ്റ്റാഫ് തന്നെ എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് അയൺ ചെയ്യും. ഇപ്പോൾ വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് ആണ് ഞാൻ ഇട്ടിട്ട് ആ താഴ്ഭാഗം ഒന്ന് ചുരുണ്ടിരിക്കുന്ന മാത്രം അയൺ ചെയ്ത്. അല്ല എല്ലാവരും പറയാതെ ഡേഞ്ചർ, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയും. അതുകൊണ്ടാണ് ഞാനൊന്ന് എടുത്ത് പറഞ്ഞത്. പിന്നെ ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കുന്നതും ഒക്കെ. നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് സൈഡിൽ നിന്നൊന്ന് കാണിച്ചു തന്നാൽ നിങ്ങൾ എപ്പോഴും കുറേ നാളായിട്ട് കാണാറുള്ളതാണ് എൻ്റെ ഈ സംസാരം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ലാസ്റ്റത്തെ ഔട്ട്ഫിറ്റ്. ഇതോടുകൂടി ഇന്നത്തേക്ക് നമ്മൾ ബൈ പറയാണ്. അങ്ങനെ ഞാൻ തിരിച്ച് ഫ്ലാറ്റിലെത്തി. ഞാനിപ്പം റൂമിലേക്ക് പോവാണ്.
അവിടെ കാത്തിരിക്കുകയായിരിക്കും. രാവിലെ ഇറങ്ങിയതല്ലേ, ചിലപ്പോൾ ഉറക്കമായിരിക്കും. ഞാൻ വരണ വരെ നല്ല ഇതിൽ നമ്മളുണ്ടെന്നുണ്ടെങ്കിൽ അവൾ എന്ത് ചെയ്ത് ഉറങ്ങില്ല കേട്ടോ, അവൾ ഉറങ്ങത്തില്ല. നമ്മൾ പോയി കഴിയുമ്പോഴാണ് അവളുടെ ഉറക്കം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞങ്ങൾ പുറത്ത് പോകുന്ന സമയത്തൊക്കെയാണ് ഇവള് ശരിക്കും പറഞ്ഞാൽ ഉറങ്ങുക. അല്ലെ ഫുൾ ടൈം നമ്മളെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കും. ഇപ്പം അവിടെ നമ്മൾ ഡോറിൻ്റെ അവിടെ എത്തുമ്പോൾ തന്നെ അവൾക്ക് സ്മെല്ല് ചെയ്യുമെന്ന് തോന്നുന്നു. നമുക്കറിയാം, ഇങ്ങനെ വന്ന് നിൽക്കും ഡോർ തുറക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കാണിച്ചു തരാം റിയാക്ഷൻ. ഇനിയിപ്പോൾ ഇന്ന് ഈവനിങ് ഞാൻ ഷോപ്പിൽ പോവില്ല. ഇന്ന് ഇനിയിപ്പോൾ വീട്ടിൽ തന്നെ ആയിരിക്കും. ഇനിയിപ്പം ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ചേരം റെസ്റ്റ് എടുക്കും. വീഡിയോ എടുത്തെടുത്ത് ഞാൻ മടുത്തിരിക്കാം. ഇതെന്ത് എവിടെ പോയി? ഇല്ല, ആരെയും നോക്കണേ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. റുത് ബേബിയുടെ ഡാഡി ഇല്ല. കം 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 റുത് ബേബി കം. ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ബാ, ചേട്ടനെ നോക്കി പോണതാ. കുഞ്ഞുമണി, ഞാൻ മാത്രമേ ഉള്ളൂടി കുഞ്ഞുമണി. വന്നിട്ടില്ലടി, നിന്റെ ഡാഡി വന്നിട്ടില്ല. ഞാൻ മാത്രമേ ഉള്ളൂ ഇന്ന്. ആ, നമുക്ക് കൂട്ടുകൂടാട്ടാ. ഓക്കെ. നീ കൊള്ളാലോ പെണ്ണെ, നീ ആരെ നോക്കി? നീ എന്നെ നോക്കിയില്ലല്ലേ? നിനക്ക് എന്നെ വേണ്ടല്ലേ? എനിക്ക് എന്നെ വേണ്ടിട്ടടി കുഞ്ഞി. ഹലോ, അപ്പൊ ഇന്ന് ഡേ 3 ആണ്. എന്ന് വെച്ചാൽ ഇന്ന് ട്യൂസ്ഡേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് എൻ്റെ വർക്കൗട്ടാണ്. ചെറിയ ചെറിയ ക്ലിപ്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം, കാരണം ഇതിന് മുന്നേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഡാൻസ് വിത്ത് ദീപ്തി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലായിരുന്നു ഞാൻ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് എൻ്റെ ഒരു വെയിറ്റ് ഞാൻ ഏകദേശം ഒരു 12 kg കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാനിതിപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഫിറ്റ് റീഡ് കപ്പിളിൻ്റെ ആ ഒരു ഇതിലാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്, ഞാനും ഇച്ചാനും. അപ്പോൾ അവരുടെ വർക്കൗട്ടും കാര്യങ്ങളും, ഡയറ്റ് എന്ന് പറയുന്ന കാര്യമായിട്ട് ഡയറ്റൊന്നുമില്ല, നമ്മുടെ ഫുഡ് കൺട്രോൾ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ ഒരു റീലായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പം ഞാൻ ആ ഒരു വർക്കൗട്ടാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഞാൻ കൂടുതലും ഉച്ച സമയത്താണ്. എനിക്ക് രാവിലെ ഷോപ്പിൽ പോകണം. ഷോപ്പിൽ പോയി കഴിഞ്ഞിട്ട് വന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ വർക്കൗട്ട്. അപ്പം എനിക്കെപ്പോഴാണോ ഫ്രീ ടൈം ആ ഒരു ടൈമിൽ ചെയ്യും. ഇച്ചായൻ എപ്പോഴാണോ ഫ്രീ ഉള്ളത് ഇച്ചായൻ്റെ ടൈമിൽ ചെയ്യും. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇന്നിപ്പം ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജസ് വരുന്നത് വെയിറ്റ് ലോസിനെ കുറിച്ചിട്ടാണ്. ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ എൻ്റെ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും ആൾക്കാർ അത് കണ്ടിട്ടാണോ അത് കാണാതാണോ എന്ന് എനിക്കറിയില്ല, ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ആ വീഡിയോസ് ഒന്ന് പോയി നോക്കുക. ഞാൻ എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആൾക്കാർ കുറേ പേരുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ തുടങ്ങാനൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, കൺസിസ്റ്റൻസിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. അതും ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കും. ഇന്നിപ്പോൾ വെനസ്ഡേ ആണ്. വെനസ്ഡേയിലത്തെ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ഇത് അവളുടെ നെയിൽ കട്ടറാണ്. നമുക്കൊരു ആക്ട് കാണിച്ചു തരാം. ഞാനത് പൊളിച്ചിട്ട് തരട്ടെ? ആ, നെയിൽ കട്ട് ചെയ്യട്ടെ, കട്ട് ചെയ്യാൻ പോവാ. മനസ്സിലായി അവൾക്ക്. ആ, എന്നാ ഇവിടെ നിന്ന് ഇവിടെ കമ്മിയാ. കൈ കാണിക്ക്. കാല് കട്ട് ചെയ്യണ്ടേ? നഖം വളർന്നു കട്ട് ചെയ്യണം. ക്ലീൻ ചെയ്യട്ടെ. കാല് ശരിയാക്കട്ടെ. ആ, ആക്ടിങ് കേട്ടാ, ആക്ടിങ് ആണ്. റുത്തിന്റെ കാല് കണ്ടിച്ചെടുക്കാം. തൊട്ടതേ ഉള്ളൂ. വെളച്ചിലെടുക്കരുത്. നീ വെളച്ചിലെടുക്കരുത്. നീ നോക്ക, ഇവിടെ നടക്കുന്ന ഈ കള്ളി.
എന്നോട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് സ്കിൻ കെയർ റൂട്ടീൻ ഒന്ന് ഷെയർ ചെയ്യാമോ എന്നുള്ളത്. അങ്ങനെ കാര്യമായിട്ട് സ്കിൻ കെയർ ഒന്നും ഞാൻ ചെയ്യാറില്ല, ഞാൻ ഇനി മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇടാത്തത്. ഇതിപ്പോൾ ഞാനൊരു 1 മന്തായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമില്ല, എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ സ്ട്രോബെറി ലക്സിൻ്റെ അല്ലെങ്കിൽ ഈ ബംബി സ്കിന്നിൻ്റെ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പെട്ടെന്നൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് കാണില്ല, എന്നാൽ പോലും സ്കിന്ന് നല്ല സ്മൂത്തായി, എനിക്ക് അത്യാവശ്യം നല്ല വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ പുളിശ്ശേരി ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ ദുബായിലെ തൈരൊക്കെ ഒട്ടും പുളി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ അൽമറയുടെ തൈര് മേടിച്ചിട്ട് അതിൻ്റെ കൂടി നാടൻ തൈരും കൂടെ മേടിക്കും. എന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്യും. കാരണം നമുക്ക് പുളി ഇല്ലാതെ കഴിക്കാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഞാൻ കണ്ടുപിടിച്ചൊരു സൊല്യൂഷനായിരുന്നു ഇത് രണ്ടും കൂടെ മിക്സ് ആക്കി കഴിക്കുന്നത്. എനിക്ക് മോരുകറി ഇല്ലാതെ എനിക്ക് ചോറ് കഴിക്കാൻ പറ്റില്ല. ചെറുപ്പം മുതലുള്ളൊരു ശീലമാണ്, അമ്മ പഠിപ്പിച്ച ശീലമാണ്. വീട്ടിലെന്നും മോരുണ്ടാവും. അപ്പോൾ ഇത് ഒഴിവാക്കിയിട്ടുള്ളൊരു കറി, എന്ത് കറി ഉണ്ടെങ്കിലും എനിക്കിതെല്ലാം എനിക്ക് കഴിക്കാൻ പറ്റാത്തൊരു ശീലമായിപ്പോയി. ഇത് സാധാരണ നമ്മളൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു മോരുകറിയാണ്, പക്ഷേ റെസിപ്പി എന്നോട് ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ആ ഒരു വീഡിയോയും കൂടി ഇതിൽ ഇടുന്നത് കേട്ടോ. അപ്പം ഇന്നിനിയിപ്പം ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. തോരനുണ്ട്, ചിക്കനുണ്ട്, പിന്നെ അതുപോലെ തന്നെ ബീഫുണ്ട്. അപ്പോൾ ഞാൻ TV ഒക്കെ കണ്ട് ആസ് യൂഷ്വൽ എപ്പോഴും കഴിക്കുന്ന പോലെ തന്നെ ഒറ്റയ്ക്കിരുന്ന് ആസ്വദിച്ച് കഴിക്കുകയാണ്. തീരുമാനം എന്താ വെച്ചാൽ ഞങ്ങൾ കുറച്ച് തൊഴിലാളികൾ പോയി വെച്ചിട്ട് ഈ ഹോട്ടൽ പൂട്ടാനുള്ള പ്ലാൻ അല്ല. അതിലിപ്പോ എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച ആളുകളാണ് ഞങ്ങൾ. രാത്രി ആയിട്ടുണ്ട്, ഒട്ടും ഉറക്കമില്ല. ഞങ്ങൾ 2 പേരും ഉണ്ട്, അതോടൊപ്പം റൂത്ത് ബേബി ഞങ്ങളുടെ കൂടെ ഇരിപ്പുണ്ട്. ബിഗ് ബോസ് മിസ്സാക്കില്ല. നമ്മൾ എല്ലാ എപ്പിസോഡും കഴിയുമ്പോൾ നമ്മൾ പറയുക, ഓരോ സീസൺ കഴിയുമ്പോൾ ഇനി നമ്മൾ അടുത്തത് കാണില്ല എന്ന് പറയും. പക്ഷേ അവസാനം നമ്മൾ കണ്ടുപോകും. അതെന്താണെന്നറിയില്ല, എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഹലോ, അപ്പോൾ ഇന്ന് തേഴ്സ്ഡേ ആണ്. ഇപ്പം 5:45. ശരിക്കും പറഞ്ഞാൽ എനിക്ക് 5:45 തന്നെയായിരുന്നു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നത്. 5:45 തുടങ്ങിയതും എനിക്ക് ഡോക്ടറെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ 2 ദിവസമായിട്ട് കൈയുടെ റിസ്റ്റിന് ഭയങ്കര വേദന. ഈ കൈക്കുമുണ്ട്, ആ കൈക്കുമുണ്ട്, 2 കൈക്കുമുണ്ട്. ഭയങ്കര കിഴപ്പ്, എനിക്ക് രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പം ഒന്ന് ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ചപ്പോൾ പിച്ചാൻ വന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ ടൈമിൽ ബുക്ക് ചെയ്തത്. അപ്പം ഒന്ന് ഡോക്ടറെ പോയി എന്താണെന്നൊന്ന് കണ്ടുനോക്കട്ടെ. മേ ബി എനിക്ക് വിറ്റാമിൻ്റെ പ്രശ്നമുള്ളതായിരുന്നു, വിറ്റാമിൻ D കുറച്ച് കുറവുള്ളതായിരുന്നു. അപ്പോൾ ഇനി അതാണോ ഇഷ്യൂ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ ഇങ്ങനെ അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഇന്ന് അതിന് പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് തന്നെയായിരുന്നു ഇഷ്യൂ. എൻ്റെ ഈ ഒരു പ്രശ്നം എൻ്റെ വിറ്റാമിൻ Dയുടെ ഡെഫിഷ്യൻസിയാണ്. ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ട്. ഇതിപ്പം മരുന്ന് തന്നിട്ടുണ്ട് അതിനുള്ളത്. അപ്പം അത് കഴിക്കുമ്പോൾ ശരിയാവും. എനിക്ക് നാട്ടിൽ വെച്ചും ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്കറിയാം ഇത് തന്നെയാണ് പ്രശ്നം എന്നുള്ളത്. അപ്പോൾ ഡോക്ടറും അത് തന്നെയാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഇനിയിപ്പം ഇൻഷുറൻസിൻ്റെ അപ്രൂവലും കാര്യങ്ങളൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഞങ്ങളിപ്പോൾ ജുമേറയിൽ വന്നാണ്. ഇവിടെ ജസ്റ്റ് എന്തായാലും ഇറങ്ങിയതല്ലേ, അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വന്നു. ഞങ്ങളിവിടെ ഇടയ്ക്ക് വരാറുള്ളതാണ്. ബാബു മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് ജുമേറയിൽ. അവരുടെ പ്രോൺസ് ഭയങ്കര ടേസ്റ്റാണ്, ഡൈനമിക് പ്രോൺസ്. കുറേ ഐറ്റംസ് ഉണ്ട്. ഇപ്പം നമ്മൾ കുറച്ച് നാളായി വന്നിട്ട്. അപ്പം ഞങ്ങൾ വേറെ കുറച്ച് കഫേസൊക്കെ നോക്കി. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ഓർത്തു ഞങ്ങൾക്ക് വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ വരണം എന്ന് തോന്നി. അന്നത്തെ ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും ഉണ്ട്. അപ്പം ഞങ്ങൾ അത് കാരണം ഇവിടെ വന്നതാണ്. ഇല്ല, ഓൺലൈനിലാവുന്നില്ലേ? റീചാർജ് ആവണം. ഇതാണ് ഞാൻ പറഞ്ഞ ഇവിടുത്തെ നവാബി ഷ്രിംസ്. ഞങ്ങളുടെ ഫേവറേറ്റ് ആണ്. നമ്മളെപ്പോൾ വന്നാലും മിസ്സാക്കാണ്ട് ഞങ്ങൾ കഴിക്കുന്ന ഒന്നത്. ഇത് പിന്നെ പാഷൻ ഫ്രൂട്ട് മൊഹിറ്റോ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും പറയും മൊജിറ്റോ എന്നല്ല പ്രൊനൗൺസ് ചെയ്യേണ്ടത്, മൊഹിറ്റോ അങ്ങനെ എന്തോ ആണെന്ന് പറയും. എന്തായാലും കമൻറ്റ് വരും. നമ്മൾ സംഭവം അത് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വീഡിയോ എടുപ്പോൾ മൊജിറ്റോ എന്നല്ല പറയേണ്ടത്. എന്തായാലും കുറ്റം കണ്ടുപിടിക്കാനായിരിക്കുമല്ലോ എല്ലാവർക്കും കൂടുതൽ സന്തോഷം. എന്തേലും ആട്ടെ, ഒരു ഗ്ലാസും അതിനകത്ത് പാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസും. അയ്യോ, ഇത് അടിപൊളിയാട്ടോ, നല്ല രസമാണ്. ഇത് 59 dirhams ആണ് ഇതിന്റെ പ്രൈസ്. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ. ഏതാ നമ്മുടെ അയ്യോ PF ചങ്ക്സ്, അതിലും ഇഷ്ടം ഇതല്ലേ. പ്രോൺസ് ഫുള്ള് കഴിച്ചു കഴിഞ്ഞു.
ഇതെന്താന്ന് വെച്ചാൽ ലോഡഡ് ഫ്രൈസിന്റെ തന്തൂരി തന്തൂരി ലോഡഡ് ഫ്രൈസ് അല്ലേ, അങ്ങനത്തെ ഒരു സംഭവം. തന്തൂരി ഫ്രൈസ്. ആ ഇതില് പക്ഷേ ഇത് ഭയങ്കര ഹെവിയാ. ശരിക്കും ഇത് കഴിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ വയറ് നിറഞ്ഞു. നല്ല ആംബിയൻസ് ഒക്കെ നല്ല രസമുണ്ട്. ഇത് കണ്ടോ, നല്ല രസമുണ്ട്. ഇവിടെ ദേ അമിതാഭ് ബച്ചനൊക്കെ ഉണ്ട്. ഷാറുഖ് ഖാൻ ഇവിടെ അതേ ഇരിക്കുന്നു. ഉള്ളില് വേറെ ഉണ്ട്, പുറത്ത് ഇച്ചിരി കൂടെ രസമുണ്ടിരിക്കുക. ചൂടില്ല ഇപ്പൊ കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, ചൂട് അങ്ങനെ തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പയറൊക്കെ നിറഞ്ഞ് മത്ത് പിടിച്ച് ബാക്കി പാർസൽ കൊടുക്കും. വെറുതെ നമ്മളെ ഇത്രയും വിചാരിച്ചില്ല, അത്രയും ഹെവി ആകുമെന്ന് വിചാരിച്ചില്ല. അയ്യോ ഭയങ്കര അതാ പ്രോൺസ് കഴിക്കുമ്പോ തന്നെ വയറ് നിറഞ്ഞ്. അത് മതിയായിരുന്നു. പിന്നെ എവിടെ ഇറങ്ങിയാലും ഇതാണ് അവസ്ഥ. ആക്രാന്തം പിടിച്ചിട്ട് കുറെ ഓർഡർ ചെയ്തു. കൊറേ നേരം ഞങ്ങള് 2 ഐറ്റംസ് ഓർഡർ ചെയ്തുള്ളൂ. അതുപോലെ കഴിക്കാൻ പറ്റില്ല. ഞങ്ങള് ജസ്റ്റ് ആ ഫ്രൈസ് ഒരു ഇത്തിരി ഒന്ന് തോണ്ടി കഴിച്ചു. അപ്പൊ തന്നെ ഈ വയറ് നാളെ ചൂടാക്കി കഴിക്കും. ഞാനില്ല കേട്ടാ, ആയിക്കോട്ടെ ഞാനില്ല. അത് മുഴുവൻ ചീസാ. ഇന്ന് കഴിച്ചത് കഴിച്ചു. ഞാൻ കുറച്ച് ഡയറ്റ് കോൺഷ്യസ് ഒക്കെ ആയത് കാരണം ഞാൻ കഴിക്കില്ല. നാളെ ചൂടാക്കുമ്പോൾ ഞാൻ വരൂല. ഞാനൊന്നും വരൂല. അപ്പോൾ ഇന്നത്തെ തേഴ്സ്ഡേയിലത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് നാളെ കാണാം. ഇന്നിപ്പോൾ ഒരു ഫ്രൈഡേ മോർണിംഗ് ടൈമാണ്. ആസ് യൂഷ്വൽ ഞാൻ ഷോപ്പിലുള്ള സമയമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചിലർ പറയാറുണ്ട് ഷോപ്പിൽ വന്നപ്പോൾ എന്നെ കണ്ടിട്ടില്ല, എപ്പോഴാണ് കാണുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ ഷോപ്പിൽ മോർണിംഗ് ടൈമിലാണ് ഉണ്ടാവാറുള്ളത്. ഞാനൊരു 2 മണി വരെയൊക്കെ ഷോപ്പിൽ ഉണ്ടാവാറുണ്ട്. ഈവനിങ് ടൈമിൽ ഉണ്ടാവാറില്ല. കാര്യം എനിക്ക് അത് വേറെ കുറേ പരിപാടികളുണ്ട്. കാര്യം ഇപ്പോൾ 2 ഷോപ്പും കൂടെ ആയത് കാരണം പർച്ചേസും അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ തിരക്കായിരിക്കും. പിന്നെ വീട്ടിലെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളും കാരണം ഈവനിങ് ടൈമിൽ ഞാൻ വരാറില്ല. ഈവനിങ്ങിൽ കൂടുതലും ഇച്ചായം വരാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ മാനേജ് ചെയ്ത് പോകുന്നത്. അപ്പം ഇന്ന് ഷോപ്പ് അത്യാവശ്യം ക്രൗഡഡ് ആയിട്ടുള്ളൊരു ദിവസമാണ്, ഫ്രൈഡേ അല്ലേ. അപ്പം അത് കാരണം എനിക്ക് അങ്ങനെ കാര്യമായിട്ട് എൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഫ്രൈഡേ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഒരു സാറ്റർഡേ ആണ്. സാറ്റർഡേ ഞങ്ങളിങ്ങനെ വെറുതെ ഒരു ഓഫ് ദിവസമല്ലേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ജുമേറയിൽ വന്നതാണ്. ഇവിടെ ഒരു കഫേ ഉണ്ട്. അപ്പം ഞങ്ങൾ JAOW അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. അപ്പോൾ അവിടെ നല്ലൊരു ആംബിയൻസ് ഉള്ള നല്ലൊരു കോസി ആയിട്ടുള്ള ഒരു കഫേ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കോഫി കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. കാണിച്ചത് എവിടെ ചെന്നാലും ഫ്രഞ്ച് ടോസ്റ്റ് ഞങ്ങൾക്ക് മസ്റ്റാണ്. ഇവിടെ പിന്നെ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ ഉള്ളതൊക്കെ നല്ല നല്ല രസമുണ്ട്. മെയിനായിട്ട് ഇവരുടെ ഈ ഒരു സെർവ് ചെയ്തോളം പറയുന്നു. ഈ ക്യാൻ സെർവ്. അപ്പോൾ നല്ല രസമാണ്. ഇത് കണ്ടോ, ഇങ്ങനെ നല്ല ഫുള്ള് ഇതിൻ്റെ ആംബിയൻസേ നല്ല രസമാണ്. നല്ല രസമുണ്ട്. ഒരു സാധനം കൂടെ വരാനുണ്ട്, ഫ്രഞ്ച് ടോസ്റ്റ്. അതെൻ്റെയാണ്. ഫ്രഞ്ച് ടോസ്റ്റ് ഇച്ചാൻ്റെയാണ്. ഞാനത് വോയിസ് ഓവർ ചെയ്യാമെന്ന് വെച്ചു. കാര്യം ആദ്യം ഞാൻ സംസാരിച്ചിട്ടാണ് എടുത്തത്. അത് കഴിഞ്ഞപ്പം ബാക്കിൽ സോങ് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം കോപ്പിറൈറ്റ് വരും, ഇഷ്യൂസ് വരും. അപ്പോൾ അത് കാരണം ഞാനത് കട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ആ ചോക്ലേറ്റിൻ്റെ ആ ഒരു പീസ് കഴിച്ചു നോക്കിയതാണ്. ഞാൻ ഉദ്ദേശിച്ച അതേ ഒരു ടെക്സ്ചർ, നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്തായിട്ടുള്ള നല്ലതായിരുന്നു. എനിക്കൊന്ന് ഞാൻ അറ്റ്മോസ്ഫിയർ വെച്ച് കഴിച്ചിട്ടാന്ന് തോന്നുന്നു. എനിക്കിതിനോട് ഭയങ്കര കൊതിയായി. അപ്പം എൻ്റെ മെയിൻ ഉദ്ദേശം ഇത് കഴിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞാനിവിടെ വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് അവരുടെ സിഗ്നേച്ചർ ബ്ലെൻഡാണ്. ഇതും നല്ലൊരു കോഫി ലവേഴ്സിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഞാനൊരു കോഫി ലവറാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ സാറ്റർഡേ ബ്രഞ്ച് ഇവിടെ അവസാനിക്കുകയാണ്. അതിനെല്ലാം കൂടെ കഴിച്ച് മത്ത് പിടിച്ച് ഉറക്കം വരുന്നു. അങ്ങനെ നമ്മൾ 1-2 ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തുള്ളൂ. പക്ഷേ മധുരം ഉള്ളതുകൊണ്ടാണ് തോന്നുന്നില്ലേ. പക്ഷേ അടിപൊളി ലിമിറ്റഡ് ഐറ്റംസ് ഉള്ളതും എന്തെടുത്താലും ടേസ്റ്റ്. അതെ, നല്ല കൂടുതലും നമുക്കൊരു ആംബിയൻസ് ആണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ പറ്റിയ സ്ഥലമാണ്. നമുക്കൊരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ. അതെ, നല്ല ഇൻസ്റ്റഗ്രാമബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. നമുക്ക് അതിനൊക്കെ പറ്റുന്ന നല്ല ഒരു സ്ഥലമാണ്.
പിന്നെ അങ്ങനെ കുറേ റെസ്റ്റോറൻറ്റ്സ് ജുമേറ സൈഡിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ അങ്ങനെ നമ്മളൊരു കോസി ആയിട്ടുള്ള ആംബിയൻസ് ഉള്ള സ്ഥലങ്ങൾ, കുറച്ച് പീസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ വേണമെങ്കിൽ കൂടുതലും ഈ ഒരു ഏരിയയിലേക്ക് വരുന്നത്. അധികം ക്രൗഡഡ് ആയിരിക്കില്ല അങ്ങനെയൊക്കെ. നൈറ്റ് വരുമ്പം അത്യാവശ്യം തിരക്കുണ്ടാവും. പകൽ സമയത്തൊന്നും തിരക്കേ ഉണ്ടായിരുന്നില്ല. നമുക്ക് നല്ല കാമായിട്ട് ഇരുന്ന് നമുക്ക് എൻജോയ് ചെയ്ത് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പം അതോടുകൂടി എൻ്റെ ഈ ഒരു 7 days സൺഡേ ടു സാറ്റർഡേ വരെയുള്ള എൻ്റെ ഈ ഒരു വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഒരു വീക്ക് എന്തായിരുന്നു എൻ്റെ തമിഴിൽ എന്താ വീക്ക് വീക്ക് ഇൻ മൈ ലൈഫ് ആയിരുന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് പറഞ്ഞുപോയി. വീക്ക് ഇൻ മൈ ലൈഫാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ലാസ്റ്റ് സൺഡേ മുതൽ ഈ സാറ്റർഡേ വരെയാണ് ഇനിയിപ്പം എൻ്റെ വ്ലോഗ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും വേറൊരു എന്താ ചെയ്യാൻ പറ്റും അടുത്ത ആഴ്ച നോക്കട്ടെ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ വരെ കാണാം. അതുവരേക്കും ടാറ്റാ.